ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്നാണ്. അതായത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 2 വേരിയബിൾസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അതായത് ഇപ്പം ഹൈറ്റ്, വെയിറ്റ്, ഇൻകം, എക്സ്പെൻഡിച്ചർ, ഡിമാൻഡ്, സപ്ലൈ അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആ 2 വേരിയബിൾസ് തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് നമുക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ഒരു കോറിലേഷൻ കോഎഫിഷ്യന്റ് സെർവ് ചെയ്യുന്നു പറഞ്ഞു ആണല്ലോ. അതായത് ഒരു ലീനിയർ റിലേഷൻഷിപ്പിന്റെ ഡിഗ്രിയും സ്ട്രെങ്തും ഒക്കെ അയഞ്ഞു ചെയ്യണം. അത് വെറുതെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ കോറിലേഷൻ ആണ് ഈ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പൊ എന്താ, ഇഫ് ഇൻഫർമേഷൻ ഓൺ 2 വേരിയബിൾസ് we want to study the ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്, 2 വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് നമുക്ക് പഠിക്കണമെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ അത് സെർവ് ചെയ്തത്. എന്താ കോഎഫിഷ്യന്റ് കോറിലേഷൻ? സ്ട്രെങ്ത് ഓർ ഡിഗ്രി ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ് വിത്ത് ഡയറക്ഷൻ വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ in biological, physical and social sciences often data are available on more than 2 variables. 2ൽ കൂടുതൽ വേരിയബിൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്താണ് നമുക്ക് അത് വരുന്നത് അല്ലെ. ഇപ്പൊ വാല്യൂ ഓഫ് 1 വേരിയബിൾ, അതായത് എപ്പോഴും അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു വേരിയബിള് 2ഓ അതിൽ കൂടുതലോ വേരിയബിളുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ്, 1 വേരിയബിൾ seems to be, that is the very important point we should know. One variable seems to be influenced by 2 or more variable. ഒരു വേരിയബിൾ, അതായത് ഇപ്പൊ x1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണെങ്കിൽ, x1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, x2 x3 വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ x1 or x2 and x3 അങ്ങനെ വരികയാണെങ്കിൽ what we are going to do എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ക്രൈംസ് ഇൻ എ സിറ്റി മേ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇലിറ്ററസി. എന്താണ്, നമ്മുടെ സൊസൈറ്റിയിലെ ക്രൈംസ് എന്താണ്, ഇലിറ്ററസി മൂലം ഉണ്ടാവുകയാണ് അല്ലെ. ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ സിറ്റി എക്സെട്ര. അതായത് ക്രൈം ഇൻ ദ സിറ്റിയാണ് ഒരിത്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണ്, ഇലിറ്ററസി, ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ, അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ അതായത് ഒരു കാര്യം തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ക്രൈംസ് ഇൻ എ സിറ്റി ഇഫ് വി ആർ ടേക്കൺ ആസ് എ വേരിയബിൾ x1, ക്രൈംസ് ഇൻ എ സിറ്റി നമ്മൾ x1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇലിറ്ററസി, ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ, അൺഎംപ്ലോയ്മെന്റ് ഇതെല്ലാം x2 x3 x4 ആയിട്ട് എടുക്കുന്നു. അപ്പൊ x1 എന്ന് പറയുന്ന ആ വേരിയബിള് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, x2നെയും x3നെയും x4നെയും ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെ. അതൊരു എക്സാമ്പിൾ. ഇനി വേറൊന്നെന്ന് പറയുന്നത് ദ പ്രൊഡക്ഷൻ ഓഫ് എ ക്രോപ്പ്, പ്രൊഡക്ഷൻ ഓഫ് എ ക്രോപ്പ് ആണ്, മേ ഡിപ്പെൻഡ് അപ്പോൺ എമൗണ്ട് ഓഫ് റെയിൻഫോൾ, ക്വാളിറ്റി ഓഫ് സീഡ്സ്, ക്വാണ്ടിറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസ്ഡ് ആൻഡ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ. അതായത് ഒരു സാധനത്തിന്റെ വിളവ് അല്ലെ, പ്രൊഡക്ഷൻ ഓഫ് എ ക്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് എ ക്രോപ്പ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, റെയിൻഫോളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ക്വാളിറ്റി ഓഫ് സീഡ്, അതായത് നമ്മൾ ഒരുപാട് സീഡ് വിതച്ചതിൽ കുറച്ച് 1-2 മാത്രമേ ചെയ്യുന്നുള്ളൂ, അത് സീഡിന്റെ ക്വാളിറ്റിയാണ്. പിന്നെ നമ്മൾ എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന വളത്തിൻ്റെത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഇറിഗേറ്റ് അത് നനച്ചു കൊടുക്കുന്നത്, അതിന്റെയൊക്കെ, അതായത് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ, ഇതൊക്കെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, അപ്പൊ എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് എ ക്രോപ്പ് ഈസ് ടേക്കൺ ആസ് എൻ x1. then what are the other variables it depends, amount of rainfall, that is x2, quality of seeds, that is x3, ക്വാണ്ടിറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സ് x4 അല്ലെ, ഈ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ, ഇങ്ങനെയുള്ളതൊക്കെ തന്നെ അതിന്റെ എന്താണ് അതിന്റെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വരുവാണ്. ഇനി അതുപോലെ സിമിലർലി പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ യൂണിവേഴ്സിറ്റി എക്സാമിൽ ഒരു കുട്ടിയുടെ പെർഫോമൻസ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കുട്ടിയുടെ IQ ആണ്, അല്ലെങ്കിൽ മമ്മയുടെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ അച്ഛന്റെ ക്വാളിഫിക്കേഷൻ, പാരന്റ്സിന്റെ ഇൻകം, നമ്പർ ഓഫ് അവേഴ്സ് സ്റ്റഡീസ്, ഇതെല്ലാം അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു കുട്ടിയുടെ പെർഫോമൻസ്, അപ്പൊ ഇതാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അതായത് ഒരു വേരിയബിള് ഒരുപാട് ഫാക്ടേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഈ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ക്ലിയർ ആയോ എന്താണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്നുള്ളത്? whenever we are interested in studying the joint effect of 2 or more variables on a single variable, ഒരു വേരിയബിളില് 1ഓ 2ഓ അതിൽ കൂടുതലോ വേരിയബിൾ ആയിട്ട് ഒരു എഫക്ട് വരികയാണെങ്കിൽ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ മൾട്ടിപ്പിൾ കോറിലേഷൻ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ ആണല്ലോ, എന്താണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്നുള്ളത്? അപ്പോ ഇൻഫാക്ട് അപ്പൊ നമുക്ക് എന്ത് പറയാം, മൾട്ടിപ്പിൾ കോറിലേഷൻ ഈസ് ദ സ്റ്റഡി ഓഫ് combined influence of
two or more variables on a single variable. ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഒരു കുട്ടിയുടെ പഠനം അതെന്താണ്, അത് യൂണിവേഴ്സിറ്റി എക്സാമിന്റെ പെർഫോമൻസ്, അത് കുട്ടിയുടെ ആയിട്ട് ബന്ധപ്പെടും, അല്ലെങ്കിൽ അത് എത്ര മണിക്കൂർ വർക്ക് ചെയ്തതിനും, അതുപോലെ ചിലപ്പം അച്ഛന്റെ അമ്മയുടെ ക്വാളിഫിക്കേഷൻ അല്ലെ, അവരുടെ ബേസിസിൽ ആ ഒരു രീതിയിൽ ഹെറിഡിറ്ററി എങ്ങനെയാണ്, ആ രീതിയിലൊക്കെയാണ് കുട്ടികളുടെ പഠനം പോകുന്നത്. അതൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇൻകം അല്ലെ, ഇൻകം അതെന്താണ് പോകുന്ന രീതി, നമ്മൾ ഒരു ഇൻകമേ ഉള്ളൂ, പക്ഷെ അത് എത്ര വീഴ്ചയിൽ ചിലവാകും, ഇതൊക്കെ അതിന് ഇൻഫ്ലുവൻസ് ആവുന്ന കേസുകളാണ് അല്ലെ. അപ്പൊ എന്താ, മൾട്ടിപ്പിൾ കോറിലേഷൻ ഇസ് ദ സ്റ്റഡി ഓഫ് combined influence of two or more variables on a single variable. ഒരു ഒറ്റ വേരിയബിളില് രണ്ടോ അതിൽ കൂടുതലോ വേരിയബിളോ ആയിട്ടുള്ള ഇൻഫ്ലുവൻസിന്റെ കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സപ്പോസ് x1, x2, x3 ആർ 3 വേരിയബിൾസ് ഹാവിംഗ് ഒബ്സർവേഷൻസ് ഓൺ n ഇൻഡിവിജ്വൽസ് ഓർ യൂണിറ്റ്സ്. അപ്പൊ എന്താണ്, ഒരു n യൂണിറ്റ്സ് ഉള്ള ഒബ്സർവേഷൻസിൽ അല്ലെങ്കിൽ n ഇൻഡിവിജ്വൽസ് ഉള്ള ഒബ്സർവേഷൻസ് ഉള്ള ഇല്ലാത്ത 3 വേരിയബിൾസ് നമ്മൾ സെലക്ട് ചെയ്യുവാണ്. Then correlation coefficient of x1 on x2 and x3 is the simple correlation between x1 and the joint effect of x2 and x3. അപ്പൊ എന്താണ്, ഈ പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് x1 on x2 and x3. അപ്പൊ x1 എന്ന് പറയുന്നതാണ് ഒരു സിംഗിൾ വേരിയബിൾ, അതിന്റെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് x2 x3. അപ്പൊ എന്താണ് അതെന്ന് പറയുന്ന ഒരു സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. ആരൊക്കെ തമ്മിൽ, x1ഉം x2 x3യും തമ്മിലുള്ള ഒരു ജോയിന്റ് എഫക്റ്റും കൂടെ കൊണ്ട് അല്ലെ. So it can also be defined as the correlation between x1 and its estimate based on x2 and x3. അപ്പൊ എങ്ങനെയും ഡിഫൈൻ ചെയ്യാം, x1ഉം പിന്നെ എന്താണ് x2ഉം x3യും ആയിട്ടുള്ള എസ്റ്റിമേറ്റും അവ തമ്മിലുള്ള ഒരു ബന്ധവും കൂടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോറിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോ നമുക്ക് എന്ത് പറയാം, വേറെ രീതിയിലും. അപ്പൊ മൾട്ടിപ്പിൾ കോറിലേഷൻ നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ ഒരു ഡെഫിനിഷൻ പറഞ്ഞു, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് കമ്പൈൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ടു ഓർ മോർ വേരിയബിൾസ് ആണ് സിംഗിൾ വേരിയബിൾ എന്ന് പറഞ്ഞു. ഇതെന്താണ്, മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇസ് സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എ വേരിയബിൾ ആൻഡ് ഇറ്റ്സ് എസ്റ്റിമേറ്റ്. ഒരൊറ്റ വേരിയബിളിനെ നമ്മൾ x1 എന്ന് എടുക്കുകയും ബാക്കിയുള്ള വേരിയബിളിന് അതിന്റെ എസ്റ്റിമേറ്റ്, അതായത് x2ഉം x3യും തമ്മിലുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഇത് സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇസ് ദ സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എ വേരിയബിൾ ആൻഡ് ഇറ്റ്സ് എസ്റ്റിമേറ്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ രണ്ട് രീതിയിൽ ഡെഫിനിഷൻ പറഞ്ഞു, കാരണം നമുക്ക് വേണ്ടുന്നത് ഇതെല്ലാം എന്താണ്, വിച്ച് ആർ ദി ഫോളോയിങ് സാറ്റിസ്ഫൈസ് മൾട്ടിപ്പിൾ കോറിലേഷൻ നമ്മുടെ PSC എക്സാം ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഇതിന്റെ ഓരോരോ പോയിന്റ്സ് ആയിട്ട് ഓർത്തിരിക്കുക. Then let us define, നമുക്കൊരു ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x1 is equal to a plus x2ഉം x3യും തമ്മിലുള്ള കമ്പൈൻഡ് ഫോം ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് എഴുതിയിരിക്കുന്ന വെച്ചാല് x1 is equal to ba plus b12.3 x2 plus b13.2 x3 എന്ന് എഴുതാം. അതായത് 3 വേരിയബിൾസ് നമ്മൾ അതിന്റെ റെസ്പെക്റ്റീവ് മീൻസ് വെച്ച് കണ്ടുപിടിക്കുവാണ്, x1 x2 x3 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x1 ഡിപ്പെൻഡ്സ് ഓൺ x2 ആൻഡ് x3 is given by, അതായത് റിഗ്രഷൻ ഇക്വേഷൻ x1ന്റെ റിഗ്രഷൻ ഇക്വേഷൻ ആണ് അല്ലെ. ഈ b12.3 എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ് എന്ന് പറയുന്നത് b12.3 എന്ന് പറയുന്നത്. ഇതാ നോക്കിയേ, ഞാൻ അവിടെ എഴുതി ഇൻ മൾട്ടിപ്പിൾ കോറിലേഷൻ b12.3 എന്ന് പറയുന്നത് എന്താണ്, it means the partial regression coefficient of variable of x1 on x2 keeping x3 as constant. അതാണ് b12.3 എന്ന് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ എടുക്കുന്നു, 1ഉം 2ഉം എടുക്കുന്നു. ആ സമയത്ത് ആര് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നു, 3 കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നു. അത്ര മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ b23.1 എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ, റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയബിൾ x2 on x3 എന്നാണ് അർത്ഥം. x2 on x3 കീപ്പിംഗ് x1 ആസ് എ കോൺസ്റ്റന്റ്. ആ രീതിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇറ്റ് ഈസ് നത്തിങ്, b12.3 മീൻസ് ഇറ്റ് ഈസ് എ റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് മാത്രമേ നിങ്ങൾ ഓർത്താൽ മതി. എങ്ങനെയാണ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്, അതിൽ ഏത് വേരിയബിളിന്റെയാണ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്, എന്താണ്, ആദ്യം കിടക്കുന്ന 2 നമ്പേഴ്സ്, അതായത് അത് നമ്മൾ x ആയിട്ട് റിലേറ്റ് ചെയ്യുക. അപ്പൊ x2 x3 അല്ലെ, x2 on x3 കീപ്പിംഗ് x1 ആസ് എ കോൺസ്റ്റന്റ്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. b12.3 എന്ന് പറഞ്ഞാല് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് x1
with respect to x2 ആണ്, while the effect of x3 is held constant. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരൊറ്റ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണ് B12.3? ഇത് ഒരൊറ്റ കാര്യമാണ്, നിങ്ങൾക്ക് ഏത് രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഓക്കെ ആണല്ലോ. എന്താണ്, ഏത് വേരിയബിൾ ആണോ x1 x2 ഓൺ x3 എന്നുള്ളതല്ല, x1 ഓൺ x2 കീപ്പിംഗ് x3 ആസ് എ കോൺസ്റ്റന്റ്. It tells how much x1 changes. എത്രത്തോളം x1 ചേഞ്ച് ചെയ്യുന്നു, x2 ഉണ്ടാവുന്നതിന് അത്ര. പക്ഷെ x3 എന്താവുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് B12.3 ഷോ ചെയ്യുന്നത് നെറ്റ് എഫക്ട് ഓഫ് x2 ഓൺ x1 ആഫ്റ്റർ റിമൂവിംഗ് ദ ഇൻഫ്ലുവൻസ് ഓഫ് x3. x3യുടെ ഇൻഫ്ലുവൻസിനെ റിമൂവ് ചെയ്തുകൊണ്ട് x2ൽ നിന്നും x1ലോട്ടുള്ള അതിനെയാണ് എന്ത് പറയുന്നത്, B12.3 എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. x1 എന്ന് പറയുന്നത് മാർക്സ് ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ്. x1 എന്ന് പറയുന്ന മാർക്സ് ആണ്, x2 എന്ന് പറയുന്നത് സ്റ്റഡി അവേഴ്സ് ആണ്, x3 എന്ന് പറയുന്നത് ഇന്റലിജൻസ് ആണ്. അപ്പൊ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഒരു കുട്ടിയുടെ ഈ ഐക്യവും, മറ്റൊന്ന് ആ കുട്ടിയെ എത്ര സമയം പഠിച്ചു എന്നുള്ളത്. വെറുതെ ഇന്റലിജൻസ് ഉണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ, അത് വർക്ക് ചെയ്താലും കൂടെ പറ്റുള്ളൂ. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, B12.3 എന്ന് പറയുന്നത് അതായത് സ്റ്റഡി അവേഴ്സ് ഓൺ മാർക്സ്. എന്താണ്, എത്രത്തോളം പഠിച്ചു എന്നുള്ളതാണ് ആ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കീപ്പിംഗ് ഇന്റലിജൻസ് കോൺസ്റ്റന്റ്. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വെറുതെ ഇന്റലിജൻസിനെ പറയില്ല അല്ലെ, ഇന്റലിജൻസ് കോൺസ്റ്റന്റ് ആക്കി വെച്ചോണ്ട് ചില കാര്യങ്ങൾ എന്താണ് ഇന്റലിജൻസും കൂടെ ചെയ്യണം അല്ലെ. അപ്പൊ എന്താണ്, സ്റ്റഡി അവേഴ്സ് ആൻഡ് മാർക്സ് കീപ്പിംഗ് ഇന്റലിജൻസ് കോൺസ്റ്റന്റ്. അതാണ് B12.3 എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോ B12.3 x2 പ്ലസ് B13.2 x3. എന്താ 13.2 എന്ന് പറയുന്നത്, ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ റിഗ്രഷൻ കോഎഫിഷ്യന്റ് x1 ഓൺ x3 കീപ്പിംഗ് x2 കോൺസ്റ്റന്റ്. ഓക്കെ ആണല്ലോ. B13.2 എന്ന് പറഞ്ഞാൽ എന്താണ്, B13.2 എന്ന് പറഞ്ഞാൽ x1 x3 ഡിപ്പെൻഡ് ചെയ്യുന്നു. ആര് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു, x2 കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു. ഓക്കെ ആണല്ലോ. വേർ x1 മൈനസ് x1 ബാർ ഈസ് ഈക്വൽ ടു സ്മോൾ x1, x2 മൈനസ് x2 ബാർ ഈസ് ഈക്വൽ ടു സ്മോൾ x2 ആൻഡ് x3 മൈനസ് x3 ബാർ ഈസ് ഈക്വൽ ടു സ്മോൾ x3. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, x1 x2 x3 ആണ് അല്ലെ. അതിന് നമ്മൾ സ്മോൾ x1 x2 x3 എങ്ങനെ ആക്കിയത്, ബൈ ദ റെസ്പെക്റ്റീവ് മീൻസ് ആണ്, മീൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ എന്താ, സമ്മേഷൻ ഓഫ് x1 is equal to summation of x2 is equal to summation of x3 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് അല്ലെ. ഇനി നമുക്ക് നോക്കാം. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായി, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എക്സ്പെക്ടഡ് വാല്യൂ ഓർ എക്സ്റ്റിമേറ്റഡ് വാല്യൂ അല്ലെ. അതാണ്, അതായത് x of 1.23 is equal to, അതായത് 1നെ നമ്മൾ എടുക്കുന്ന അല്ലെ, എക്സിനെ 2ഉം 3നെയാണ് എന്താണ് വേരിയ, അതാണ് x1 അത് എടുക്കണേ. അതായത് എന്താണ് ഇതിന്റെ അർത്ഥം, x1 ഡിപ്പെൻഡ്സ് ഓൺ x2 ആൻഡ് x3. അതാണ് ഉദ്ദേശിക്കുന്നത്. ഡെസിമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതാണ് നമ്മൾ എടുക്കുന്ന വാല്യൂ. ഇതെന്ത് വേണം, അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഈക്വൽ ടു B12.3 x2 പ്ലസ് B13.2 x3. കാരണം നമുക്ക് അതല്ലേ നമ്മൾ ഇവിടെ എടുക്കുന്നത്. x1 എന്ന് പറയുന്നത് എന്താണ്, x1 വെറും x1 ആണോ, x2 x3നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ x1.23 എന്നുള്ളത് മാറിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ റെസിഡ്യൂവൽ എടുക്കുവാണ്. ആ റെസിഡ്യൂവൽ എന്ന് പറയുന്നത് ഈ 1.23 എന്ന് പറയുന്നത് ഇതിനെല്ലാം കൂടെ, അതായത് റെസിഡ്യൂവൽ എറർ എന്ന് പറയുന്നത് എന്താ, ഇതിനെല്ലാം കൂടി ഇങ്ങോട്ടേക്ക് എടുത്ത് 0 ആക്കുന്നതാണ് അല്ലെ. അപ്പൊ എന്താവുന്നു, x1 മൈനസ് അല്ലെ എന്താണ് B12.3 x2 മൈനസ് B13. x2. അപ്പൊ ഈ ഒരു സംഭവത്തിന് നമ്മൾ എങ്ങനെയാക്കുന്നു എന്ന് വെച്ചാൽ x1.23, കാരണം എന്ത് ചെയ്യുന്നു, x1 എന്ന് പറയുന്ന ഇതിനെ x1.123 ആക്കുന്നു. അപ്പം e⁻1.23 എന്ന് പറഞ്ഞാല് എന്ത് വരുന്നു, x1 മൈനസ് x1.23. അപ്പൊ x1.23 is equal to x1 മൈനസ് e1.23. ഇനി എന്താണ് റെസിഡ്യൂവൽ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. റെസിഡ്യൂവൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, estimated value of x1 using x2 and x3. അതാണ് എന്ത് പറയുന്നത്, റെസിഡ്യൂവൽ എന്ന് പറയുന്നത്. റെസിഡ്യൂവൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് x1 ആണ്, ദാറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ x2 ആൻഡ് x3 ടുഗദർ. രണ്ടും കൂടെ ഒരുമിച്ച് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. x1 എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിളും x2 x3 എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ്. അപ്പൊ എന്താണ്, വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ റെസിഡ്യൂവൽ ഓഫ് x1 ഓൺ x2 ആൻഡ് x3 ആണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ഈ 1.23 എന്ന് ഉദ്ദേശിക്കുന്നത്. റെസിഡ്യൂവൽ ഓഫ് x1 ഓൺ x2 ആൻഡ് x3 ഇതിനെ എന്തും പറയും,
പാർഷ്യൽ റെസിഡ്യൂ എന്നും പറയും. ഇതിന് എന്തും പറയും? പാർഷ്യൽ റെസിഡ്യൂ എന്നും പറയും. അപ്പൊ ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങള്? അപ്പോ ഈ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഫോം യൂസ് ചെയ്തത്. ആക്ച്വലി നമ്മൾ വന്ന എന്തിനാണ്? മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താന്നുള്ളത് അല്ലെ. അപ്പൊ ഈ മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ ഫോർമുലാസ് ആണ് ദാ ഈ കിടക്കുന്ന കാര്യങ്ങളെല്ലാം. എന്താണോ നമുക്ക് തന്നിട്ടുള്ളത് അതിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഫോർമുല കണ്ടുപിടിക്കും. അതായത് മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സിമ്പിൾ കോറിലേഷൻ ഓഫ് ബിറ്റ്വീൻ x1 ആൻഡ് ഇറ്റ്സ് എസ്റ്റിമേറ്റ് ഈ 1.23, അതായത് x1 ഓൺ x2 ആൻഡ് x3 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഡിനോട്ട് ചെയ്യുന്നത് R1.23 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇതെന്താണ് R1.23 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലാക്കുക, മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓൺ x1 ഡിപ്പെൻഡ്സ് അപ്പോൺ x2 ആൻഡ് x3 എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വരും? കൊവേരിയൻസ് ഓഫ് എക്സ് നമുക്കറിയാം അല്ലെ, കോറിലേഷൻ കണ്ടുപിടിക്കാൻ കൊവേരിയൻസ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വേരിയൻസിന്റെ വേരിയൻസ് അല്ലേ, വേരിയൻസ് ഓഫ് എക്സിന്റെ വേരിയൻസ് ഓഫ് വൈ. അപ്പൊ രണ്ട് വേരിയബിൾ ആണെങ്കിൽ ഇവിടെ എന്താണ്? ഒന്നിൽ കൂടുതൽ വേരിയബിൾ ആകുമ്പോൾ നമ്മൾ എഴുതുന്ന ഫോർമുല ഒന്ന് എന്താണ്? covariance of x1 comma x1.23 divided by root of variance of x1 into variance of x1.23. അല്ലെങ്കിൽ കൊവേരിയൻസിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ പറയാം. അതാണ് σ1² മൈനസ് σ1.23² ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് σ1² ഇൻറ്റു σ1² മൈനസ് σ1.23². ഈ ഫോർമുലാസ് എല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ബിക്കോസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം. അപ്പൊ കാരണം ഇതിനകത്ത് ബേസിക് കോൺസെപ്റ്റ്സ് ഉള്ളത് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്താണ്, മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്താണ്, ബാക്കി 3 കോൺസെപ്റ്റ്സ് എന്താണെന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. പിന്നെ ഈ ഫോർമുലാസ് എന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് എന്താണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ ഫോർ മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് വിച്ച് ഈസ് നോട്ട് ഫോക്കസ്ഡ് ഓൺ മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഓരോരോ ചെറിയ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? R² എടുക്കുന്നു. അപ്പൊ ഈ റൂട്ട് അങ്ങ് പോകൂലേ? അപ്പൊ ഇത് എന്തായിട്ട് മാറും? ദ ഹോൾ സ്ക്വയർ വരും, താഴത്തെ റൂട്ട് അങ്ങ് പോകും. എന്നിട്ട് നോക്കിയേ, ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാമല്ലോ, ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് വരും? σ² ദ ഹോൾ സ്ക്വയർ മൈനസ് 2 സിഗ്മ. ആ ടേം എന്തുകൊണ്ട് എഴുതിയിട്ടില്ലാത്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? σ1² ദ ഹോൾ സ്ക്വയർ മൈനസ് 2 σ1² σ1.23² അല്ലെ. പിന്നെ എന്താ? പ്ലസ് σ² അല്ലെ, എന്താണ് 1.23 ദ ഹോൾ സ്ക്വയർ ഇതാണ് വരുന്നത്, ആണല്ലോ. അപ്പോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇവിടെ ഇതെന്ന് പറയുന്ന വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോ ഇതിനെ ഓരോന്നും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുമ്പോഴത്തേക്കും ഇവിടെ ബൈ ഡിവൈഡഡ് ബൈ എന്താ വരുന്നത്? σ1² ഇൻറ്റു σ1² മൈനസ് അല്ലെ, സോറി ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ട്, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അതായത് ഇവിടെ എന്താ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് എന്താണ്? ഐ വിൽ ടെൽ യു. ഇതൊന്നല്ലേ, അതും ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്ത് കളയുമ്പോ ബാക്കി എന്തുണ്ട്? σ1² മൈനസ് σ1.23² ഡിവൈഡഡ് ബൈ σ1² വരും അല്ലെ. അപ്പൊ ഇത് ഓരോന്നിനും എന്ത് ചെയ്യാം? σ1² വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അല്ലെ, ആണോ? ഡിവൈഡഡ് ബൈ σ1². അപ്പൊ ഇതെന്തായി മാറും? 1 ആവും. സോ 1 മൈനസ് അതാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ കാരണം ബേസിക് ആയിട്ടുള്ള ഫോം ആയിരിക്കും വരുന്നത്. ഒരുപാട് കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യാനുള്ള സമയമില്ല. അപ്പൊ ബേസിക് ആയിട്ടുള്ള രീതിയിൽ ഫോർമുല കണ്ടുപിടിക്കുക. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. എങ്ങനെ തരും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ വേരിയബിൾ x1 ഡിപ്പെൻഡ്സ് അപ്പോൺ x2 ആൻഡ് x3. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 1 മൈനസ് σ1.23² ഡിവൈഡഡ് ബൈ σ1². ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ തന്നെ വേറെ രീതിയിൽ നമുക്ക് പറയാം. എങ്ങനെയാന്ന് വെച്ചാൽ ഈ σ1 σ2ന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും എന്ന് വെച്ചാല് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് യൂസ് ചെയ്യും. അതല്ലേ ആർ ഡിനോട്ട് ചെയ്യില്ലേ? ഇവിടെ R12 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഫോർമുല ഇതാണ്. കാരണം ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മിക്കവാറും ചോദിക്കുക. R1.23 ആണ് അല്ലെ. ഇതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ്. R12 സ്മോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് അല്ലെ. ക്യാപിറ്റൽ R ഡിനോട്ട് ചെയ്യുന്നത് മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ്. സ്മോൾ r ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്?
കോറിലേഷൻ കോയിഫിഷ്യന്റും ആണ്. അപ്പൊ ഈ R12 നോക്കിയേ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ നമ്പേഴ്സും ഇത്, കാരണം ഇതേപോലെ തന്നെ എപ്പോഴും വരുമോ, എല്ലാം നമുക്ക് ചോദിക്കാം അല്ലെ. അപ്പൊ എന്താ, R1.23 എന്ന് പറയുന്നത് R12 സ്ക്വയർ പ്ലസ് R13 സ്ക്വയർ മൈനസ് 2R12 R23 R13 എല്ലാ കോംബോയും വരും. അപ്പൊ ആദ്യം എന്താണ്, ഫസ്റ്റും സെക്കൻഡ്, അതായത് ഏത് വേരിയബിള് ഏതൊക്കെ വേരിയബിളിനെ ആണോ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കുക, അത് വെച്ചിട്ട് കോംബോ. അതാണ് R12 സ്ക്വയർ പ്ലസ് R13 സ്ക്വയർ മൈനസ് 2R12 R13 R23 ഡിവൈഡഡ് ബൈ 1 മൈനസ് R23 സ്ക്വയർ. ഇതാണ് R1.23. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വാട്ട് വിൽ ബി ദ ഫോർമുല ഫോർ ഫൈൻഡിങ് R2.31? പറഞ്ഞേ, എങ്ങനെയായിരിക്കും? റൂട്ട് ഓഫ് അല്ലെ, R123 എന്ന് പറയുമ്പോൾ എന്ത് വരും, റൂട്ട് ഓഫ് R23 സ്ക്വയർ ആണല്ലോ, പ്ലസ് R21 സ്ക്വയർ ആണോ, മൈനസ് R ആണല്ലോ, അപ്പൊ 23 21 കോംബോ ആയല്ലോ, മൈനസ് 2 അല്ലെ, R23 ആണല്ലോ, R23 R21 ആൻഡ് R പിന്നെ എന്താണ് 23 ആയി 21 ആയല്ലേ, പിന്നെ ഏത് കോംബോ ആണ് വിട്ടത് പറഞ്ഞേ, R31 അല്ലേ. അപ്പൊ ആ 3 കോംബോയിലും നോക്കണം. 23 21 31 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആരാണ്, ഈ രണ്ടാൾക്കാർ മാത്രമേ വരുള്ളൂ, R31 സ്ക്വയർ. ഇതാണ് ഫോർമുല. അപ്പൊ ഫോർമുല ബൈഹാർട്ട് ചെയ്ത് പഠിക്കരുത്, വി നീഡ് ടു യൂസ് ഷോർട്ട് കട്ട്സ് അല്ലെ. കാരണം അവിടെ എന്നിട്ട് ഫോർമുല ഒക്കെ ഉള്ള കാരണം ഇത് തന്നെ വരുന്ന ഒരു R1.23 തന്നെ വരുന്നൊന്നുമില്ലല്ലോ, ഏത് വേണമെങ്കിലും നമുക്ക് വരാം. ആ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുക R12 സ്ക്വയർ. ഈ R12 എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ കോറിലേഷൻ ബിറ്റ്വീൻ x1 ആൻഡ് x2. R23 എന്ന് പറയുന്നത് ബിറ്റ്വീൻ വേരിയബിൾ x2 ആൻഡ് x3. R13 എന്ന് പറയുന്നത് ബിറ്റ്വീൻ x1 ആൻഡ് x3. ഏതൊക്കെയാണോ നമുക്ക് പറയുന്നത് ആ കോമ്പോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ, R1.23 എന്ന് പറയുന്നത് എന്താണ്, R12 സ്ക്വയർ പ്ലസ് R13 സ്ക്വയർ മൈനസ് 2R12 R13 R23 by 1 minus R23 square. This is the formula for finding R1.23. R1.23 എന്താണ്, മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യന്റ്. ഓക്കെ ആണല്ലോ. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം നമുക്ക് എന്താണ് MCQ ലെവലിൽ ആവശ്യമൊന്നുമില്ല, എന്നാലും കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാണ്. അതായത് x1 x2 x3 3 വേരിയബിൾസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ആ ഫോർമാറ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത്. R1.23 R2.13 ആൻഡ് R3.12. നമുക്ക് ഫോർമുല അറിയാം അല്ലെ, മൾട്ടിപ്പിൾ. അപ്പൊ നമുക്ക് എന്ത് വേണം, എല്ലാത്തിനും ടോട്ടൽ കോറിലേഷൻ കണ്ടുപിടിക്കണം അല്ലെ. ടോട്ടൽ കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫോർമുല ഒന്ന് നോക്കി, എന്താണ് ഓർത്തെ, R1.23. നമുക്ക് ആ ഫോർമുലാസ് ആണ് വേണ്ടത് അല്ലെ. R1.23 is equal to റൂട്ട് ഓഫ് ആണല്ലോ, എന്താണ്, R12 സ്ക്വയർ പ്ലസ് R13 സ്ക്വയർ മൈനസ് 2R12 R13 R23 ഡിവൈഡഡ് ബൈ ആണല്ലോ 1 മൈനസ് R23 സ്ക്വയർ. ഇതാണോ ഫോർമുല? പഠിച്ചോ? ഇനി ഫോർമുല പഠിച്ചോ? ഇനി അപ്പൊ R2.13 ഫോർമുല എന്താ പറഞ്ഞേ, എന്താ നിങ്ങളും തനിയെ പറഞ്ഞു കൊടുക്കേ, എന്താണ് R2.3 സ്ക്വയർ റൂട്ട് ഓഫ് അപ്പൊ എന്തുവരും, R21 സ്ക്വയർ അല്ലെ പ്ലസ് R23 സ്ക്വയർ അല്ലെ മൈനസ് 2R21 R23 R13 ഡിവൈഡഡ് ബൈ 1 മൈനസ് R13 സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി R3.12 ഫോർമുല പറഞ്ഞു നോക്കിയേ, റൂട്ട് ഓഫ് R അല്ലെ 31 സ്ക്വയർ പ്ലസ് R32 സ്ക്വയർ മൈനസ് 2R31 R32 R12 ഡിവൈഡഡ് ബൈ 1 മൈനസ് R12 സ്ക്വയർ ആണല്ലോ. അപ്പൊ 3 ഫോർമുലയും ക്ലിയർ ആയല്ലോ. എങ്ങനെയാണ് ഫോർമുല എഴുതേണ്ടതെന്ന്, മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യന്റ് ഇതാ കണ്ടോ, ആ 3 ഫോർമുലയും എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനനുസരിച്ച് R12 R13 R23 കണ്ടുപിടിക്കാൻ പോവാണ്.
അതിന് വേണ്ടിയിട്ട് നമുക്ക് ടേബിൾ വേണം. അതായത് ഫോർമുല എന്താണ് R12 കണ്ടുപിടിക്കാൻ? n into summation x1 x2 minus summation x1 x2 by root of n into summation x1 square into summation x1 the whole square into n into summation x2 minus summation x2 the whole square. ഇതുപോലെ R23 R13 കണ്ടുപിടിക്കുക, എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് ഇസ് ദ മേജർ പോർഷൻ ഓഫ് അവർ പ്രോബ്ലം ടു ഡു. ഇതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കിയേ, ഇനി നമുക്ക് വേണ്ടുന്നത് പ്രോബ്ലം ആയിട്ടൊന്നുമില്ല, കാരണം നമുക്ക് പ്രോബ്ലത്തിന്റെ ആവശ്യമില്ല, ഫോർമുല അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ്. എപ്പോഴും സ്ഥിരമായിട്ട് എക്സാമിന് ഒരു മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ അതിനകത്ത് വരുന്നിട്ടുള്ളത് ഈ പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എപ്പോഴും കണ്ടിട്ടുള്ളത്. അതായത് അതിനകത്ത് എപ്പോഴും ചോദിച്ചിട്ടുള്ളത് മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈസ് ബിറ്റ്വീൻ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ടുള്ളത് ഇതാണ്. മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇതിനിടയ്ക്കാണ് വരുന്നത്? 0ക്കും 1നും ഇടയ്ക്കാണ് കിടക്കുന്നത്. മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. ഇനി മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് ദി ഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഇറ്റ്സ് എസ്റ്റിമേറ്റ് ഒബ്റ്റെയിൻ ബൈ മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണല്ലോ. R12 R13 അല്ലേ? അതാണല്ലോ. അപ്പൊ എന്താ മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് ദി ഡിപെൻഡന്റ് വേരിയബിളിന്റെ ഒബ്സർവ്ഡ് വാല്യൂവും പിന്നെ എന്താണ് അതിന്റെ എസ്റ്റിമേറ്റും കൂടെ വരുന്നതാണ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്ന ലൈസ് ബിറ്റ്വീൻ 0 and 1 ആണ്. ഇനി മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ we can say that then association is perfect and multiple regression equation may said to be perfect prediction formula. മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ നമുക്ക് പറയാം അവ തമ്മിൽ വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ പെർഫെക്റ്റ് ആണെന്നും മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് പ്രഡിക്ഷൻ ഫോർമുല. അപ്പൊ നമുക്കറിയാം റിഗ്രഷൻ എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞു എന്താണ് പ്രഡിക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തുവാണ്? പെർഫെക്റ്റ് പ്രഡിക്ഷൻ ഫോർമുലയും ആണെന്ന് പറയാം. If multiple correlation coefficient is 0, multiple correlation coefficient 1 ആണെങ്കിൽ നമ്മൾ പറഞ്ഞ അസോസിയേഷൻ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. If multiple correlation coefficient is 0 ആണെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് അൺകോറിലേറ്റഡ്. ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? കോറിലേറ്റഡ് അല്ല വിത്ത് അതർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. മറ്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസുമായിട്ട് അത് എന്തല്ല? കോറിലേറ്റഡ് അല്ല. From this, it can be concluded that multiple regression equation fails to predict the value of dependent variable when value of independent variables are known. Multiple correlation coefficient lies between 0 and 1 ആണെന്ന് പറഞ്ഞു. 1 ആണെങ്കിൽ നമുക്ക് പറയാം അസോസിയേഷൻ പെർഫെക്റ്റ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് പ്രഡിക്ഷൻ ഫോർമുല ആണെന്ന് പറയാം. ആണല്ലോ. അപ്പോ ഇവിടെ എന്താണ്? ഇഫ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് അൺകോറിലേറ്റഡ്. ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? അൺകോറിലേറ്റഡ് വിത്ത് അതർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. മറ്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസുമായിട്ട് അതെന്താണ്? അൺകോറിലേറ്റഡ് ആണ്. ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് അൺകോറിലേറ്റഡ് വിത്ത് അതർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫെയിൽസ് ടു പ്രഡിക്റ്റ്. എന്ത് ചെയ്യാൻ പറ്റും? പ്രഡിക്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും? ഫെയിൽ ചെയ്യും എന്നാണ് പറയുന്നത്. ഫെയിൽസ് ടു പ്രഡിക്റ്റ് ദ വാല്യൂ ഓഫ് ഡിപെൻഡന്റ് വേരിയബിൾ വെൻ വാല്യൂസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആർ നോൺ. ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂസ് അറിയാമെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ എന്ത് ചെയ്യാൻ? പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ഫെയിൽ ആവും എന്നാണ് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ദാൻ എനി ടോട്ടൽ കോറിലേഷൻ കോഎഫിഷ്യന്റ്. ടോട്ടൽ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ മൊത്തത്തിലുള്ള ഇതിന് എന്തായിരിക്കും? ഗ്രേറ്ററോ ഈക്വലോ ആയിരിക്കും ആരെന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഇഫ് R1.23 is the multiple correlation coefficient, then R1.23 is greater than or equal to R12 or R13 or R23. അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ദാൻ എനി ടോട്ടൽ കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഇനി എന്താ? മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഒബ്റ്റെയിൻഡ് ബൈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് വുഡ് ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ദി മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഒബ്റ്റെയിൻഡ് ബൈ എനി അതർ മെത്തേഡ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഇനി ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം.
ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇൻ ബൈനറി ഡിസ്ട്രിബ്യൂഷൻ R12 ഈക്വൽ ടു 0.6, R23 is equal to R31 is equal to 0.54, then calculate R1.23. കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആദ്യം എന്ന ഫോർമുല പറഞ്ഞു നോക്കിയേ. നിങ്ങൾ ഫോർമുല പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്താണ്? റൂട്ട് ഓഫ് R12 സ്ക്വയർ പ്ലസ് R13 square minus 2R12 R23 ആണല്ലോ, ഡിവൈഡഡ് ബൈ 1 മൈനസ് R23 സ്ക്വയർ ആണല്ലോ. അപ്പൊ ഫോർമുല എഴുതി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.6ന്റെ സ്ക്വയർ, R13 31 ഈക്വൽ ആണ് അല്ലെ. സോ 0.54ന്റെ സ്ക്വയർ മൈനസ് 2R1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.6 ഇൻറ്റു 0.54 ഇൻറ്റു 0.54 അല്ലെ, ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.54ന്റെ സ്ക്വയർ. ഇതാണ് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിട്ട് ചെയ്യുമ്പോ എന്ത് വരും? കണ്ടോ, R സ്ക്വയർ 1.23 ഈക്വൽ ടു വാല്യൂസ് കൊടുത്തു. വാല്യൂ കൊടുത്തിട്ട്, കാരണം ഇതിന്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇതിന്റെയൊക്കെ സ്ക്വയർ എടുത്താണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടി. എക്സാം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഫോർമുല തറവാൻ വേണ്ടി മാത്രം ചെയ്തിട്ടേക്കുന്നതാണ്. ഇനി R ഈക്വൽ ടു 2.13 അല്ലെ. ഞാൻ ഈ ഫോർമുല മാത്രമേ എഴുതുന്നുള്ളൂ. ഫോർമുല എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? R21 സ്ക്വയർ പ്ലസ് R23 സ്ക്വയർ മൈനസ് 2R21 R23 R13 divided by 1 minus R13 square. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ R21 R12 ഈക്വൽ ആണ്. ഇപ്പൊ 0.70 സ്ക്വയർ പ്ലസ് 0.54 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു അല്ലെ, 2 ഇൻറ്റു ആരാണ്? 0.70 ഇൻറ്റു 0.54 ഇൻറ്റു 0.74 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.74ന്റെ സ്ക്വയർ. ഇതാണ് എന്താ പറയുന്നത്? ആ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. കണ്ടോ, ആ ഫോർമുല അപ്ലൈ ചെയ്തപ്പോ കിട്ടിയ വാല്യൂ എത്രയാണ്? 0.70. ഓക്കെ ആണല്ലോ.